അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പകുതി സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ അതിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാലും 2 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. സവാളയും അതുപോലെ തന്നെ ഞാനൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ 2 ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. അതിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തപ്പോൾ ഒലിവ് ഓയിൽ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുനാരങ്ങൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിലൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിതാ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പിന് എത്ര കട്ടി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കേണ്ടി വരും. ഇപ്പം ഞാനിവിടെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു കട്ടിയിലാണ് എനിക്കിഷ്ടം. കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പും കൂടി തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മേലെ ലാസ്റ്റ് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള വഴുതനങ്ങ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.